യു. തീർച്ച എന്ത് രസമായിട്ടാ പാടി, അടിപൊളിയായിരുന്നു. താങ്ക് യു. ഞങ്ങള് തീർത്ത പാടുന്നതിന്റെ ഒപ്പം തന്നെ ജഡ്ജസിന്റെ റിയാക്ഷൻസ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത്ര രസമായിരുന്നു കേൾക്കാൻ. നമുക്ക് ചോദിക്കാം ഹരിച്ചേട്ടാ. പക്ഷെ നമുക്ക് മൂന്നുപേർക്ക് നിന്നോട് നല്ല ദേഷ്യമുണ്ട്. അതെ, ചെറിയ തെറ്റ് വരുത്തിയതിന്. അതെന്തിനാ മോളെ, അത് ആ 4 വരിയല്ലേ ഉള്ളൂ അവിടെ. പൊഴിയും സ്നേഹരര, പിന്നെ ബീജി അല്ലേ അവിടെ, പിന്നെ നിലവേ പാടി അല്ലേ. അപ്പോഴും ആ ഋതം ചേട്ടൻ കാണിച്ചു അരുത്, ഒരു ബാറിൽ നിർത്തണം. പക്ഷെ കുഴപ്പമില്ല, അതെ, അതൊഴിച്ച് ഒന്നും പറയാനില്ല. അല്ലെങ്കിൽ ഒരു ദിസ് വാസ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഞാൻ ഇതുവരെ കണ്ട സൂപ്പർ സ്റ്റാറിൽ. ഞാൻ നോക്കുകയാണെങ്കിൽ ഇതായിരുന്നു എനിക്ക് പേഴ്സണലി ഒരു ബെസ്റ്റ് ആയിട്ട് തോന്നിട്ടത്. പെർഫെക്റ്റ് ആയിട്ട് മോള് പാടി, എക്സെപ്റ്റ് ദാറ്റ് ലിറ്റിൽ മിസ്റ്റേക്ക്. അത് എന്തോ കണ്ടുവിടാതിരിക്കാൻ വേണ്ടി ചിലപ്പോൾ കിട്ടിയതായിരിക്കാം. ബാക്കിയൊന്നും പറയാനില്ല. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക, ഒറ്റ കുത്തു വെച്ചെറിഞ്ഞാൽ നിനക്കാ, എനിക്കല്ല, അവൾ എന്നെ നോക്കുന്നു. എന്റെ തീർത്ഥ സാറില്ല, പറ്റിയത് പറ്റിപ്പോയി, നമുക്ക് ഒന്നും ചെയ്യാനില്ല. അത് എന്ത് പറ്റി തീർത്ഥ അവിടെ കോൺസെൻട്രേഷൻ അങ്ങനെ പോവാൻ? പാട്ടിൽ കൂടുതൽ ശ്രദ്ധിച്ചോണ്ടാണോ അതോ അങ്ങനെ പാടി പഠിച്ചത്? അങ്ങനെയാണോ പാടി പഠിച്ചത്? തെറ്റ് പാടി പഠിച്ചോ? ഞാൻ അങ്ങനെ പാടി പഠിച്ചപ്പോ അറിയില്ലായിരുന്നു. ഇത് കഴിഞ്ഞിട്ട് അതെന്താ ശ്രദ്ധിക്കാത്തത്? മോളെ, ഇത് ഈ സ്റ്റേജിൽ ഇതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പൊ ഇത് ഈ ഒരൊറ്റ തെറ്റ് കാരണം ഗോൾഡൻ പോയില്ലേ? അല്ലെങ്കിൽ ഗോൾഡൻ ആയിരുന്നു. 100 മാർക്കാ നിനക്ക്. സാരല്ല, പോട്ടെ, അത് വിട്ടു. അപ്പം തീർത്ഥ ഇത് തന്നെ, ആ ഒരു തെറ്റ് മാറ്റി വച്ചാൽ ഫ്ലോലെസ് പെർഫോമൻസ്. ശരിക്കും ഭയങ്കര കൺട്രോള് വേണ്ട ഒരു പാട്ടാണിത്. നമ്മൾ ഇത് വെറുതെ ഇങ്ങനെ കേട്ടു പോകുമ്പോൾ നമ്മൾ വിചാരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പാട്ടാണ്, പക്ഷെ അപാര കൺട്രോൾ വേണ്ട ഒരു പാട്ടാണിത്. മോള് ഭയങ്കര ഈസി ആയിട്ട് മോള് എക്സിക്യൂട്ട് ചെയ്തു. നമുക്കത് കേൾക്കുമ്പോൾ ഈസി ആയിട്ട് തോന്നുമെങ്കിൽ ഈ പറഞ്ഞ പോലെയാണ്, വളരെ ടഫാണ്. അതിങ്ങനെ ഒതുക്കേണ്ട സ്ഥലത്ത് ഒതുക്കണം, പാട്ടിന് കൊടുക്കേണ്ട ഡൈനാമിക്സ്, ഫ്രം ദ ഹമ്മിങ് ടിൽ ദ വെരി എൻഡ്. അടിപൊളി. മനസ്സിൽ 100 മാർക്കാണ്, പക്ഷെ തരാൻ പറ്റില്ല. അതാണ് അവസ്ഥ. താങ്ക് യു ഷാനിക്ക. ചേച്ചി തീർത്ഥ, നീ ഒരാളുതാ അയ്യ. തമിഴിൽ അങ്ങനെ പറയും, നീ മിടുക്കിയാണ് എന്ന് പറഞ്ഞു. ചാമത്തടി, നീ ചാമത്ത് അപ്പടീന് അടിധൂൾ പെർഫോമൻസ്. ഞാനിവിടെ ആദ്യം ഹമ്മിങ് തുടങ്ങിയപ്പോഴേ വാവ്, ഗുഡ് ഹമ്മിങ് അങ്ങനെ എഴുതി ഗുഡ് പിച്ച്, ആഹാ ഗുഡ് സംഗതിയുടെ ആ ഒരു ഫ്ലോലെസ് ആയിട്ട് സംഗതി പോകുന്നത്. ലാസ്റ്റ് ചരണത്തില് ഒരു നീയോ മെല്ലെ അവിടുന്ന് ഒറ്റ ബ്രീത്തിൽ മോൾ എടുത്തു വന്നു. ഞാൻ എവിടെയെങ്കിലും വിടറുണ്ടോ നോക്കിയിരുന്നു, എവിടെ വിടാതെ അത് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. പിന്നെ ഞാൻ എഴുതി വെച്ചു ഗുഡ് വോയിസ്, നല്ല റേഞ്ച്. അവസാനം ഞാൻ നിർത്തി. അതെ അല്ല, ഇനിയിപ്പോ നമുക്ക് പാട്ട് കേട്ട് ആസ്വദിക്കാം അങ്ങനെ വന്നപ്പോഴത്തേക്കും. പക്ഷെ ഒരിടത്ത് മാത്രം എന്ത് പറ്റിയ കൺഫ്യൂഷൻ എന്ന് ഈ ഒരൊറ്റ ഇത് ഞങ്ങൾ എല്ലാരും ശ്രദ്ധിച്ചത്. ഞങ്ങള് മോള് പാടിക്കഴിഞ്ഞ ഉടനെ ഞങ്ങൾ 3 പേരും ഇങ്ങനെ ചെവി കടിച്ച് പറിച്ചത് അതാണ്, എന്താണ് കൺഫ്യൂഷൻ വന്നതെന്ന്. കാരണം അവിടെ നിന്ന് മോള് തുടങ്ങിയപ്പോ ഒരു ലിറ്റിലായിട്ട് മോൾക്ക് ഒരു ചെറിയ ഒരു എന്താ പറയണ ഒരു ശ്രുതിയോ ഒരു ചെറിയ ഒരു വിറയലോ ഒരു ഇതുപോലെ വന്നു. ആ തെറ്റിയിലോ എന്നുള്ള ഒരു വേറൊരു കാര്യം അത് തെറ്റിയിട്ടും അവള് ചരണം പിന്നെ അസാധ്യമായിട്ട് പാടി. അതാ അവിടുന്ന് പിന്നെ ഒരു ഒറ്റ ബ്രീത്തിൽ ഇങ്ങോട്ട് വരുമായിരുന്നു ആ ചരണം പോയ പോക്ക്. അവള് ചെറുതായിട്ട് പേടിച്ചപ്പോ എല്ലാവർക്കും ടെൻഷൻ. സൂപ്പർ ആയിരുന്നു, അസലായിരുന്നു. താങ്ക് യു ചേച്ചി. മാർക്സ് അറിയാം, കൊതിയാവുന്നു. യെസ്, റെഡി. ഹരിച്ചേട്ടാ 10 തരേണ്ടത്, പക്ഷെ ചെറിയ മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് 9.5. താങ്ക് യു ഹരിച്ചേട്ടാ. ഷാനിക്ക 10 ആയിരുന്നു തരേണ്ടിരുന്നത്, പക്ഷെ നീ അത് തെറ്റിച്ചത് കൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി 9.5. താങ്ക് യു ഷാനിക്ക. ചേച്ചി 10 ഒരു അരമാർക്ക് കുറയ്ക്കൂ. 9.5. 9.5. Wow. 28.5 marks. Super.